10 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ. മുഖത്തിൽ നിന്ന് ഡെഡ് സ്കിൻ എല്ലാം മാറ്റാനും ചർമ്മം നല്ലപോലെ വെട്ടിത്തിളങ്ങാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 10 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ട് ഈ ഒരു ഒറ്റ ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നതെന്നുള്ളതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. നമുക്ക് പലർക്കും ഫേഷ്യലൊക്കെ ചെയ്യാൻ വളരെയധികം ആഗ്രഹമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പണം മുടക്കി സെലൂണിൽ പോകുന്ന പലരുമുണ്ട് നമ്മുടെ ഇടയിൽ. ഇനി എന്തിനങ്ങനെ പണം മുടക്കണം? നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫേഷ്യൽ ചെയ്താലോ? അതും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കാനും ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. 10 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഒറ്റ ഫേഷ്യൽ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ്. എന്തായാലും നമുക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഫേഷ്യൽ ചെയ്യാം. അതിനെന്തെല്ലാമാണ് വേണ്ടതെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് ഫേഷ്യൽ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ആണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, റോസ് വാട്ടറോ അതെങ്കിൽ പച്ചപ്പാലോ എടുക്കാം. ഞാൻ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. റോസ് വാട്ടർ വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ്. അങ്ങനെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ ഫേസ് ഡെഡ്സ് ഒക്കെ കണ്ടു നല്ല പോലെ മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് മാത്രം മതി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. മസാജിങ് ക്രീം. അതെന്തായാലും ഒന്ന് നമുക്ക് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. മസാജിങ് ക്രീമാണ്. അതെന്തായാലും നമുക്ക് തയ്യാറാക്കാം. മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് അലോവേറ ജെല്ല് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിനെ ഡെഡ് സ്കിൻ മാറ്റാനും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. പാൽപ്പൊടി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് പാൽപ്പൊടി നമുക്ക് വേണ്ടത്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം. അങ്ങനെ മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഫേസിൽ ഇട്ടിട്ടുള്ള ആ ഒരു മസാജ് ചെയ്തതെന്ന് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം. എന്തായാലും ഫേസിലേക്ക് ഇട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇതൊക്കെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മസാജിങ് ക്രീം. ഇനി നമുക്ക് ഫേസിലേക്ക് ഇട്ട് നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുക്കാം. നമ്മളിപ്പോൾ സെലൂണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫേസിൽ മസാജ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല രീതിയിൽ നമ്മൾ ചെയ്താൽ നമ്മുടെ ഫേസിന് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല. നമ്മൾ കറക്റ്റ് അല്ലാത്ത രീതിയിൽ ചെയ്താൽ ഫേസ് തൂങ്ങിപ്പോകും. ഓക്കെ, ഫേസിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാജിങ് ക്രീം. അതിനുശേഷം ഈ ഒരു കയ്യിലൂടെ പറ്റിച്ചിട്ട് നമ്മൾ ഇങ്ങനൊന്ന് ഫേസ് ഫുള്ളായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ആക്കത്തില്ലേ, ചെറുതായിട്ട് വൈബ്രേറ്റ് കൊടുക്കുക ഫേസിൽ. ഓക്കെ, ഫുള്ളായിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, എങ്ങനെ ഇവിടെയും കൊണ്ടുവന്നിട്ട് ഇതാക്കുക. ലൈൻസ് ഒക്കെയാണ് കൂടുതൽ. ചില ആൾക്കാർക്ക് ചുളി വീഴുന്നത് ഫേസിൻ്റെ ഇവിടം തൊട്ടാണ്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് ഇനി ഇവിടെ ഇങ്ങനെ ഓക്കെ. അതിനുശേഷം ഇനി അതിനുശേഷം നമ്മൾ 1 2 3 ഓക്കെ. ശേഷം 1 2 ഇവിടെയൊക്കെ ലൈൻസ് വരുന്നതിനെയൊക്കെ കുറയ്ക്കാൻ. അതിനുശേഷം ഐബ്രോസ്, കണ്ണിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനുശേഷം ഓക്കെ മുകളിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇവിടെ. ശേഷം 3 പ്രാവശ്യം മുകളിലോട്ട് ആക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ഇവിടെ.
ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്ത 10 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ടാണ് ശേഷം കഴുത്തിൻ്റെ ഭാഗത്ത്. ഇവിടെ നമ്മൾ കയ്യിൽ ക്രീം വേണം, ഇവിടെ തേച്ച് കൊടുക്കണം. ശേഷം ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും. അതിനുശേഷം എന്താ ഇടിക്കുന്ന ഒരു പരിപാടി അതുപോലെ പിടിച്ചു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ ഫേസ് ഫുള്ളായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് ഒരു ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ മസാജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാജിങ് ക്രീം ഫേസിൽ നിന്ന് തുടച്ചിട്ടുള്ള റിസൾട്ട് കാണിക്കാം. ഫേസിലേട്ട മസാജിങ് ക്രീമൊക്കെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ നിന്ന് തുടയ്ക്കാം. തുടച്ചിട്ടുണ്ട്, സംഭവം തുടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ ഒരു തുണി വെച്ചിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. വെള്ളം എല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്തായാലും പാക്ക് തയ്യാറാക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ: 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി വേണം. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർക്കാം. അങ്ങനെ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അതായത് നമ്മുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒന്നെങ്കിൽ റോസ് വാട്ടർ, അതല്ലെങ്കിൽ നാളികേരത്തിൻ്റെ വെള്ളം, അതായത് കോക്കനട്ട് വാട്ടർ. ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഞാനിവിടെ റോസ് വാട്ടറാണ് എടുക്കുന്നത്. വാട്ടർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം. കണ്ടോ, നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്കും കൂടി ഇട്ടിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം. പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ. ഇനി ഇത് നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇടുന്ന സമയത്ത് മുകളിലോട്ട് ഇടാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഫേസ് തൂങ്ങിപ്പോവും. ഫേസിനൊരു ഷേപ്പ് ഇല്ലാതായി പോകും മക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത്. കഴുത്തേലിടുന്നില്ല, നിങ്ങൾ കഴുത്തേലും കൂടി ഇടാനായിട്ട് നോക്കണം. എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. എന്തായാലും 10 മിനിറ്റിന് ശേഷമുള്ള തുടച്ചിട്ടുള്ള റിസൾട്ട്. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഫേസിൻ്റെ ആ ഒരു സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ണിൻ്റെ അടിയിൽ ഒന്നെങ്കിൽ നമ്മുടെ കോട്ടണിനകത്ത് കുറച്ച് റോസ് വാട്ടർ മുക്കിയിട്ട് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കുക്കുംബർ കട്ട് ചെയ്തിട്ട് വെക്കാം. ഏതാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യാം. എന്തായാലും നമുക്കിത് തുടയ്ക്കാം. തുടച്ച് ഫേസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ സംഭവം, കണ്ടോ? 10 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്യണേ. ഈ ഒരു ഫേഷ്യൽ കിടുക ചെയ്തത് കണ്ടല്ലോ, അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. 100% റിസൾട്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യണേ. പിന്നെ ഫേഷ്യൽ ചെയ്തതിൻ്റെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും സോപ്പോ ക്രീമോ ഒന്നും ഇടല്. സ്കിന്നിന് ഫ്രീ ആയിട്ട് ഇടുക. കാരണം ഫേഷ്യലിൻ്റെ ചെറിയ ചെറിയ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല പോലെ ചേഞ്ചസ് കിട്ടാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തേക്ക് നമ്മളിപ്പം ഒരു ദിവസത്തേക്ക് ഒന്നും തന്നെ ചെയ്യരുത്. ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മാത്രം മുഖം കഴിയാൽ മതി. നൈറ്റ് ചെയ്യുമോ ഈ ഫേഷ്യൽ? രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫേഷ്യൽ ചെയ്യണേ കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുമോ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.